CJPയിലേക്ക് തന്നെയാണ്. നമുക്കറിയാം CJPയുടെ സമരം വിജയിച്ചതും അതിനെ തുടർന്ന് കേന്ദ്രം കുറേ ഉറപ്പുകൾ നൽകിയതും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറപ്പായിരുന്നു ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ അല്ലെങ്കിൽ സമരം നയിച്ചവർക്കെതിരെ യാതൊരു തരത്തിലുള്ള കേസുകൾ FIRകൾ രജിസ്റ്റർ ചെയ്യില്ലെന്നും രജിസ്റ്റർ ചെയ്തവ റദ്ദാക്കും എന്നുമായിരുന്നു. എന്നാൽ പല സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ബീഹാർ, ബംഗാൾ, അസം, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസുകൾ ചുമത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായി വന്നിരുന്നു. ഇതിൽ CJP അവരെ അതൃപ്തി അറിയിക്കുകയും ഇന്നലെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിൽ ബംഗാളിൽ നിന്ന് ബീഹാറിൽ നിന്നടക്കം ഔദ്യോഗികമായിട്ടുള്ള ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ ചുമത്തപ്പെട്ട FIRകൾ റദ്ദാക്കുമെന്നുള്ള, ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൂടിയിട്ടുള്ള ഇത്തരം FIRകൾ റദ്ദാക്കിയുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ കിട്ടുമെന്ന് CJP അറിയിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഏതൊരു വിദ്യാർത്ഥിക്കെതിരെയോ അത്തരത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും തങ്ങൾ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് CJP പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിയമസഹായം വേണ്ട വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മറ്റവർക്ക് വേണ്ടിയിട്ട് അത്തരത്തിലൊരു സേവനം നൽകാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ പോർട്ടൽ കൂടിയിട്ട് CJP തുറന്നിട്ടുണ്ട്. അതിലേക്ക് ധാരാളം പേർക്ക് പുറത്തുനിന്ന് അടക്കം സംഭാവനകൾ അയക്കാം. അത് CJPയുടെ പ്രത്യേക ഒരു സമിതി തന്നെയായിരിക്കും അതിൻ്റെ ഒരു മേൽനോട്ടം നടത്തുക എന്ന് കൂടിയിട്ട് അവർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൂടാതെ ഈ അതിക്രമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ, അതിൽ പോലീസുകാരല്ലാതെ ഉള്ളവർ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന അടക്കമുള്ള ധാരാളം ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അവർക്കെതിരെയുള്ള ഒരു നിയമ നടപടിക്ക് വേണ്ടിയിട്ട് അത്തരം ദൃശ്യങ്ങൾ, വിഷ്വലുകൾ എന്ന് കൂടിയിട്ട് CJPയുടെ ഇത്തരം വെബ്സൈറ്റിലേക്ക് അയക്ക് കൂടിയിട്ട് ചെയ്യാമെന്നുള്ള അറിയിപ്പ് കൂടിയിട്ട് അവർ പറയുന്നുണ്ട്. എന്തായാലും ഈ തുടർന്നും വിദ്യാർത്ഥികളെ ഏതെങ്കിലും തരത്തിൽ കേസുകൾ കൊണ്ട് നേരിടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തങ്ങൾ സമരവുമായി മുന്നോട്ടിറങ്ങും എന്ന് തന്നെയാണ് CJP പറയുന്നത്. ഇതിലേക്ക് പ്രമോദ് സാറ്, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരം വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയ കേസുകളുടെ വിവരങ്ങൾ വരുന്നു. CJP നേതാക്കളുടെ പ്രസ്താവന ഇന്നലെ നടത്തിയ ചർച്ച അടക്കം വന്നിട്ടുണ്ട്. അപ്പോഴും അതിൽ ബീഹാർ അടക്കം ചുരുങ്ങിയ കുറച്ച് സ്ഥലങ്ങളിൽ നിന്നുള്ള ഉറപ്പുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇന്നിപ്പോൾ സുപ്രീം കോടതി അടക്കം അതിൻ്റെ അകത്ത് കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമ്മൾ CJPയുടെ സമരം വിജയിച്ചു എന്ന് പൊതുവിൽ പറയുന്നുണ്ടല്ലോ. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്നത് മുഖ്യ ആവശ്യമായിരുന്നതുകൊണ്ട് അത് തീർച്ചയായിട്ടും വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ആ വിജയത്തിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഉന്നയിക്കപ്പെട്ട എല്ലാ ആവശ്യങ്ങളും സമ്പൂർണ്ണമായും അംഗീകരിക്കണം എന്നുള്ളതാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാരും CJP നേതാക്കളും തമ്മിലൊരു ധാരണയുണ്ടാക്കിയതും. പക്ഷേ അത് വ്യക്തമായ ഒരു രേഖാമൂലം ആ ഉറപ്പുകൾ എഴുതി തരുന്നതിന് കുറച്ചുകൂടി സമയം ആവശ്യമായിരുന്നു. അതിന്ന് കൈമാറുമെന്നാണ് സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. CJP നേതാക്കൾ അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിനിടയിലെല്ലാം തന്നെ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ ഈ സമരത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഞാൻ പറയുന്നത് അത് ഈ സമരം ചെയ്ത നേതാക്കളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സമരത്തിൻ്റെ അതിന് നേതൃത്വം കൊടുത്ത CJPയെ സംബന്ധിച്ചോ ഒന്നുമുള്ള പ്രശ്നമല്ല. അത് നമ്മുടെ ഇക്കാലത്തെ ഇന്ന് നമ്മളെ ഭരിക്കുന്ന സർക്കാരുകളുടെ ഒന്ന് കേന്ദ്രത്തിലും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളുടെ നിയമ നടത്തിപ്പിൻ്റെ രീതികളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എങ്ങനെയെല്ലാം നമ്മളെ കൊടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ വളരെ എന്താ പറയുക, അങ്ങേയറ്റത്തെ ഗൂഢ ചിന്താഗതിയുള്ള ആളുകളാണിവർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാണുന്ന വാർത്ത, ബ്രേക്കിംഗ് ന്യൂസ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SFIയുടെ നേതാവ് ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാൻ, അറസ്റ്റിലേക്ക് തന്നെ ചിലപ്പോൾ നീങ്ങിക്കൂടായില്ല, വനിതാ പോലീസ് അവിടെ എത്തുന്നു. പിന്നെ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലെത്തുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവിടെ കയറി വരികയാണ്. ഏതോ 2021 ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ഈ കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്നതെന്നാണ് വരുന്നത്. അവിടെ എത്തിയ വനിതാ പോലീസ് ഓഫീസറെ ബ്രിട്ടാസ് വളരെ വിദഗ്ധമായി തന്നെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു. എവിടെ നിങ്ങളുടെ യൂണിഫോം, എവിടെ നിങ്ങളുടെ നെയിം പ്ലേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അതൊന്നും ഇല്ലാതെയാണ് അവരവിടെ വന്നിരുന്നത്. അവർക്ക് മടങ്ങി പോകേണ്ടി വന്നു. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ എന്താണ് ആ കേസിൽ അല്ലെങ്കിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട കേസുകളിലൊന്നും തന്നെ അവരെ തൊടാൻ കഴിയില്ല പോലീസിന് എന്നത് ഉറപ്പാണ്. അപ്പോൾ പഴയ ഏതൊരു കേസ് കുത്തിപ്പൊക്കുകയാണ്. ആ കേസാണെങ്കിൽ ഓൾറെഡി കോടതിയിൽ എത്തിയ കേസാണ്. ഇവർക്ക് നേരിട്ട് കോടതിയിൽ ഹാജരായി ഇവരുടെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരമുള്ള കേസിലാണ് ഇപ്പോൾ വന്ന് അവർക്ക് പിന്നെ അവരെ കസ്റ്റഡിയിലെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഏതാണത് മാർഗം? നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന മാർഗം എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ ഇതിനെക്കുറിച്ച് കാണുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഇടുന്ന FIRകളൊക്കെ പിൻവലിക്കുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മൾ ധരിക്കുമ്പോഴാണ് മറ്റൊരു പഴയ കേസെടുത്ത് കുത്തിപ്പൊക്കി വരുന്നത്. ഇതിപ്പോൾ മാത്രമല്ല,
പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള ഒരാളെ കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും കാലത്ത്, പ്രത്യേകിച്ച് നമുക്കറിയാം സഞ്ജീവ് ഭട്ടിൻ്റെ കാര്യമാണ് ഏറ്റവും പ്രസക്തമായ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്ന. അദ്ദേഹത്തെ ഏതോ ഒരു പഴയ കാലത്തുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെടുത്തി ജയിലിൽ അടച്ചിരിക്കുകയാണ് ഈ വിമത ശബ്ദത്തിൻ്റെ പേരിൽ. അതിൽ ഈ സർക്കാരിനെ ഈ ഭരണകൂടത്തെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാൻ യാതൊരു തരത്തിലുള്ള മടിയും ഇല്ലാത്തൊരു സർക്കാരാണ്. ഇത് തന്നെയാണ് നമ്മൾ സംസ്ഥാനങ്ങളിലും കാണുന്നത്. ഇപ്പോൾ ബീഹാറിൽ, ബംഗാളിൽ, അസമിൽ, ഞാൻ എപ്പോഴും ഈ 3 സംസ്ഥാനങ്ങളെ ഞാൻ നേരത്തെ തന്നെ ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ 3 സംസ്ഥാനങ്ങൾ വളരെ കോർഡിനേറ്റഡ് ആയിട്ട് സമാനമായ രീതികളിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ ഈ 3ഇടത്തും പിന്നെ നിയമത്തെ മറികടന്നുകൊണ്ടുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ടും അതിനെ അധികരിച്ചു കൊണ്ടുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബീഹാറിലാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, അവർ ഉറപ്പ് കൊടുത്തു ഞങ്ങളെല്ലാ FIR-ഉം പിൻവലിക്കുന്നു എന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി. അതും CJPയുടെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ്. അസമും അങ്ങനെ തന്നെ പറഞ്ഞു. അസമും അത് ഞങ്ങൾ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവിച്ചോ? മുഴുവൻ കേസുകളും പിൻവലിച്ചോ? ഇനി ആർക്കെങ്കിലുമെതിരെ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസുകളിൽ പെടുത്തി അവരെ കൊടുക്കാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ടോ? ഇന്ന് ഐസ നേതാവ് നേഹ ബോറ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണണം. അവർ ഇത് അന്വേഷിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പറയുന്നത് ബീഹാറിൽ അങ്ങനെയെല്ലാം പിൻവലിച്ചിട്ടില്ല. ചില മതപരമായ പേരുകൾ ഉള്ള ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം പേരുകളുള്ള ആളുകൾക്കെതിരെ എടുത്ത കേസുകൾ നിലനിർത്തുന്നു. അതിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഇതുൾപ്പെടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെയാണ് കാണേണ്ടത് ബംഗാളിൽ കഴിഞ്ഞ 24-ാം തീയതി ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന മാർച്ച്, കൊൽക്കത്തയിൽ നടന്ന മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ആ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് എടുത്ത കേസുകൾ പിൻവലിച്ചിട്ടില്ല. അതിൽ ഈ സർക്കാർ പറയുന്നത് എന്താണ്? സ്റ്റുഡൻസ് അല്ല എന്നാണ്. വേറെ ചില മിസ്ക്രിയൻസ് അതിനകത്ത് പങ്കെടുത്തു, അവരെയാണ് ഞങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അവർക്കെതിരായിട്ടുള്ള കേസുകൾ ഞങ്ങൾ തുടരും. ഇന്നലെ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് അവരെ ഞങ്ങൾ പുറത്താക്കും, അവരെ ബംഗാളിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും എന്നാണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഈ 2 പ്രതിനിധികളെ അയച്ച്, 2 മന്ത്രിമാരെ അയച്ച് ഇവരുമായിട്ട് ധാരണയുണ്ടാക്കി ഇന്നിപ്പോൾ രേഖാമൂലം അത് ഒപ്പിട്ട് കൈമാറുന്നതോടുകൂടി അവസാനിക്കുമെന്ന് നമ്മൾ കരുതിയ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അവർ അവരുടേതായ രീതികളിൽ പല മട്ടിലുള്ള ഓപ്പറേഷൻസിലൂടെ ഈ വിദ്യാർത്ഥികളെ അങ്ങും ഇങ്ങും ഭീഷണിപ്പെടുത്തുകയോ അവരെ കസ്റ്റഡിയിലെടുക്കുകയോ അവർക്കെതിരായി കേസുകൾ സ്ലാപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുകയാണ്. അത് മറ്റെവിടെയെങ്കിലുമൊക്കെ മറ്റേതൊക്കെ രീതികളിൽ നടക്കുന്നുണ്ട് നമുക്കറിയില്ല. എന്തായാലും ബീഹാറിലും ബംഗാളിലും ഇത് പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ വളരെ പ്രധാനമായി. സുപ്രീം കോടതി ബേസിക്കലി അന്നത്തെ പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത്. അത്രയധികം കടന്ന നടപടി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷന് നേരെ അല്ലെങ്കിൽ ഒരു സമരത്തിന് നേർക്ക് എടുക്കുന്നത് എത്ര കണ്ട് വലിയൊരു അതിക്രമമാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് സുപ്രീം കോടതി അതിനെ കണ്ടത്. തുടക്കത്തിൽ അവർ സ്വീകരിച്ചിരുന്ന നിലപാടുകളൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വളരെ കർശനമായ നിലയിലേക്ക് വന്നതെന്ന് നമ്മൾ കാണണം. അപ്പോൾ അതുൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴും ഈ വിദ്യാർത്ഥികളെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വേട്ടയാടാനുള്ള സ്കീം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന. ഇപ്പോൾ നജീബ് എന്നല്ലേ പേര്, അവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ വന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ജുനൈദിൻ്റെ വീട്ടിൽ ചെന്ന് അവരെ കസ്റ്റഡിയിലെടുക്കാനും മറ്റുമൊക്കെ അവിടെ റെയ്ഡ് നടത്താനും ഒക്കെ നടത്തിയ ശ്രമം ഇവരുടെ തന്നെ ഈ വിദ്യാർത്ഥി നേതാക്കളുടെ തന്നെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് കൂടുതൽ അതിലേക്ക് പോകാതിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് CJPയുടെ ഇപ്പോഴത്തെ അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് എൻഷുർ ചെയ്യുകയാണ്. അത് എൻഷുർ ചെയ്യാതെ അവർ ഈ സമരം അവസാനിപ്പിച്ചു എന്ന് പറയാനേ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അവരങ്ങനെ തന്നെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഐഷിയുടെ കേസ് പോലും അവരിപ്പോൾ ഈ ഏറ്റെടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടെക്നിക്കലി അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലായിരിക്കാം, പക്ഷേ ഈ പറയുന്ന തരത്തിലുള്ള പ്രതികാര നടപടികൾ ഏത് വിധത്തിൽ വേണമെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം ഈ വിഷയത്തിൽ എടുക്കേണ്ടി വരും. അതുകൂടി റെസിസ്റ്റ് ചെയ്ത് അതിനെ കൂടി ചെറുത്ത് തോൽപ്പിച്ചാൽ മാത്രമേ ഈ സമരം പൂർണ്ണമായി വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അജിംസി, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരത്തിൽ ഇൻസ്റ്റയിൽ റീലുകൾ ഇട്ടിരുന്ന അഭിനവ് വിഷ്ടിൻ്റെ ഇൻസ്റ്റ ഇതണക്ക് റദ്ദാക്കുന്നു അല്ലേ? അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള റീലുകൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോ പങ്കുവെച്ചവരെ അല്ലെങ്കിൽ അത്തരം നീക്കം ചെയ്യണമെന്നുള്ള സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ നീക്കം ചെയ്യണമെന്നുള്ള നിർദ്ദേശം പോകുന്നു.
ശരിക്കും കേസുകളല്ലാതെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴിയിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രതിഷേധത്തിനെ കൂടി ഇല്ലാതാക്കാൻ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടി ശ്രമം നടക്കുന്നില്ലേ? നമ്മൾ ഇത്രയും ദിവസം ഇതേക്കുറിച്ച് സംസാരിച്ചത് ഈ സമരത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. സമരത്തിനൊപ്പം നിൽക്കുന്നു, രാജ്യത്തൊരു ഡിസെൻറ്റ് വോയിസ് വിജയിക്കുന്നത് കാണുമ്പോൾ രാജ്യത്തൊരു പൗരന്മാരെന്ന നിലയിലുള്ള സ്വാഭാവികമായൊരു സന്തോഷത്തിൻ്റെ പുറത്താണ് നമ്മൾ അതിനെ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആ സമരത്തിൽ നിന്ന് പുറത്ത് കടന്നിട്ട് ഈ സമരത്തെ നോക്കുമ്പോൾ കുറേ അധികം മിസ്സിംഗ് ഡോട്ട്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അഭിജിത്ത് ദീപ്കെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. ഒരു ഓൺലൈൻ മൂവ്മെൻ്റ് ആയിരുന്ന ഒരു കാര്യം ഒരു ഓഫ്ലൈൻ സമരമായി മാറുന്നു. ആ സമരം വിജയിക്കുന്നു, ഒരു മന്ത്രി രാജിവെക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഈ സർക്കാർ മോദി ഭരണകൂടത്തിന് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണ് ആ സമര വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ കർഷക സമരത്തെ തുടർന്ന് അത് പിൻവലിച്ചുവെങ്കിൽ പോലും രാഷ്ട്രീയമായി ഈ സർക്കാരിന് അത് വലിയ കോട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ കാരണം അത് പഞ്ചാബിൽ നിന്നുള്ള കർഷകരാണ്. ആ രോഷം യു പിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? കരിമ്പ് കർഷകർക്ക് താങ്ങുവില പ്രഖ്യാപിച്ചു, എഥനോൾ ബ്ലെൻഡിങ് തുടങ്ങി, കരിമ്പ് ധാരാളമായി മില്ലുകൾ വാങ്ങാൻ തുടങ്ങി. അവർ സംതൃപ്തരായി. ആ രോഷം അവിടെ നിന്നു. പ്രത്യേകിച്ചും പടിഞ്ഞാറൻ യു പിയിൽ രാഷ്ട്രീയമായി അവർ തിരിച്ചടി നേരിട്ടില്ല. മാത്രമല്ല 2022 യു പിയിൽ ഇലക്ഷനിൽ BJP വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ് ചെയ്തത്. പഞ്ചാബ് അല്ലെങ്കിൽ അവർക്ക് കാര്യമായി ഫുട് ഹോൾഡ് ഇല്ലാത്ത സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ കർഷക സമരം രാഷ്ട്രീയമായി BJPക്ക് അല്ലെങ്കിൽ മോദി ഭരണകൂടത്തിന് വലിയ തിരിച്ചടി ആയിരുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് രാഷ്ട്രീയമായി തന്നെ തിരിച്ചടിയാണ്. അക്രോസ് ഓൾ സ്റ്റേറ്റ്സ് വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി ഭരണകൂടത്തിനെതിരെ നിലയുറപ്പിക്കുകയാണ്. ഇത് അൺപ്രസിഡൻറ്റഡ് ആണ്. ഈ മോദി ഭരണകാലത്ത് ഒരിക്കലും ഉണ്ടാകാത്തൊരു കാര്യമാണ്. ഇങ്ങനൊരു സമരം ഉണ്ടായിട്ടില്ല. അപ്പോൾ മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനുണ്ടായൊരു മാറ്റമുണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധി അല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത്, അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി വരുമ്പോൾ ഉണ്ടാകുന്ന ദിശാമാറ്റം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കാരിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തുള്ള ഭയം അങ്ങ് മാറിപ്പോവാണ്. ആളുകൾ സത്യഗ്രഹമാവട്ടെ, പ്രകടനമാവട്ടെ, ജാഥയാവട്ടെ എല്ലാത്തിലും പങ്കാളികളാവുകയാണ്. വലിയ മാസ് മൂവ്മെൻറ്റായി മാറുകയാണ്. അതുവരെ ആളുകൾക്ക് ബ്രിട്ടീഷ് ഭരണത്തോട് പ്രതിഷേധമില്ലാഞ്ഞിട്ടല്ല പുറത്തിറങ്ങാൻ, പേടിച്ചിട്ടാണ്, ഭയമായിരുന്നു. ആ ഭയം പോയതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ടെമ്പോ, അതിൻ്റെ ഒരു മൊമെൻ്റ് അങ്ങ് മാറി. ഇതൊരു കീ ഇവൻ്റാണ് സ്വാതന്ത്ര്യ സമരത്തിൽ. ഗാന്ധി വരുന്നു. അപ്പോൾ അഭിജിത്ത് ദീപ്കെ വന്നു. അഭിജിത്ത് ദീപ്കെയും ഗാന്ധിയും ഒരു താരതമ്യം ചെയ്യല്ലോ കേട്ടോ. അഭിജിത്ത് ദീപ്കെ വരുന്നു, ഈ സമരം വിജയിക്കുന്നു എന്ന് പറയുന്നത്, സമരം വിജയിച്ചത് ഈ ഗാന്ധി മൂവ്മെൻ്റാണ് യഥാർത്ഥത്തിൽ. ആളുകളുടെ ഭയം അങ്ങ് മാറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വിജയിച്ച ഉടനെ തന്നെ തൊട്ട് മണിക്കൂറുകൾക്കുടൻ തന്നെ എഥനോൾ വിഷയമായി മാറുകയാണ്. എഥനോളിന് വേറൊരു മൂവ്മെൻറ്റും വരുവാണ്. ആളുകൾക്ക് ഇത് തുറന്നു പറയാൻ, ഭരണകൂടത്തെ വിമർശിക്കാനുള്ള ഭയം, ഡിസെൻറ്റ് വോയിസ് രേഖപ്പെടുത്താനുള്ള ഭയമില്ലാതാകുന്നു. ഈ വിഷയം RSSനെയും BJPയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം അവരെങ്ങനെയായിരിക്കും ഇതിനെ പ്രതീക്ഷ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഇതൊരു ഓൺലൈൻ മൊമെൻറ്റമുള്ള ഒരു മൂവ്മെൻറ്റ്. അഭിജിത്ത് ദീപ്കെ വന്ന് 10 ദിവസം ജന്തർ മന്ദറിൽ സത്യഗ്രഹമായിരിക്കും. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ജന്തർ മന്ദർ സമരങ്ങൾ എന്ന് പറയുന്ന സോക്കോൾഡ് ജന്തർ മന്ദർ സമരങ്ങൾ അവിടെ നടക്കും. അത് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ കഴിയും എന്നാണ് ഭരണകൂടം വിചാരിച്ചത്. അമിത്ഷാ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ ഇതേക്കുറിച്ച്. ഇത് അമിത്ഷായ്ക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു തിരിച്ചടി കൂടിയാണ്. ഒന്നും മിണ്ടിയിട്ടില്ല, പാർലമെൻറ്റിൽ വരുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു സാധാരണ ജന്തർ മന്ദർ സമരമോ രാംലീല മൈതാൻ സമരമോ ആയി മാറേണ്ട ഒരു കാര്യം വലിയൊരു മാസ് മൂവ്മെൻറ്റായി മാറിയ ഒരു മന്ത്രിയുടെ റെസിഗ്നേഷനിലേക്ക് എത്തിക്കുമെന്ന് RSSO BJPയോ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഇന്ന് ഓർഗനൈസറിലൊരു ലേഖനമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്ന് അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ വിശകലനം ചെയ്യുകയാണ്. അവർ പറയുന്നത്, ഈ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ ഒരു 10-11 പേരുടെ പേര് അവരിങ്ങനെ പറയാണ്. അതിൽ ഒന്നാമത്തെ പേര് പറഞ്ഞ ആരാന്നറിയോ? ജോൺ ബ്രിട്ടാസ് MPയുടെ. 11ാമത്തെ പേരാണ് സോനം വാങ്ചുക്കിൻ്റെ പേര്. അതിൽ സഞ്ജയ് സിംഗ് ഉണ്ട്, ആം ആദ്മി പാർട്ടി നേതാക്കളുണ്ട്, അങ്ങനെ പല പേരുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഈ പ്രശ്നം വഷളാക്കിയത്. ഇവരുടെ ലക്ഷ്യം എഡ്യൂക്കേഷനല്ല, എഡ്യൂക്കേഷൻ റിഫോം അല്ല, വിദ്യാർത്ഥികളുടെ വെൽഫെയർ അല്ല. ഇവരുടെ ലക്ഷ്യം ആൻറ്റി നാഷണലിസ്റ്റിക് സെൻറ്റിമെൻറ്റ്സ് ആണ് ഇവരുടെ ഉള്ളിലുള്ളത്. ഇവർക്ക് ഭരണമാറ്റം, റെജീം ചേഞ്ച് ആണ് ഇവരുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിശദമായ ലേഖനം. അപ്പോൾ RSS എന്തുകൊണ്ടായിരിക്കും ജോൺ ബ്രിട്ടാസ് MPയെയും ഒക്കെ ഒന്നാം നമ്പറുകാരായിട്ട് ഒരു 10-11 പേരെ ഇങ്ങനെ ചുണ്ണാമ്പ് തൊട്ട് വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ സമരത്തിൻ്റെ മൊബിലൈസേഷനിൽ വളരെ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ലെഫ്റ്റ് സ്റ്റുഡൻസ് യൂണിയൻസാണ്, ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ്, പ്രത്യേകിച്ചും SFIയും ISAയും പോലുള്ള സംഘടനകളാണ്, ASFും. അപ്പോൾ അതെന്തുകൊണ്ട് RSS തിരിച്ചറിയുന്നു ചോദിച്ചാൽ, അതർവൈസ് ഒരു കുറേയധികം വിദ്യാർത്ഥി, പ്രത്യേകിച്ചും ടീനേജേഴ്സും യുവാക്കളുമായ വിദ്യാർത്ഥികൾ മൊബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വൻതോതിലുള്ള അനാർക്കിയും അക്രമവുമായി മാറും. അവരാരും നിയന്ത്രിക്കാനില്ല. അഭിജിത്ത് ദീപ്കെക്കോ അല്ലെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്ന മറ്റ് നേതാക്കൾക്കോ CJP നേതാക്കൾക്കൊന്നും ഈ യൂത്തിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ രാജ്യത്ത് കണ്ടിട്ടുള്ള മറ്റേത് സമരത്തെക്കാളും
ആ അർത്ഥത്തിൽ ഓർഗനൈസ്ഡ് ആയിരുന്നു, അച്ചടക്കമുള്ളതായിരുന്നു, അഹിംസാത്മകമായിരുന്നു. വളരെ മനോഹരമായൊരു സമരമാണ്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട സമരങ്ങളിൽ ഒരു വഴിത്തിരിവായ സമരം തന്നെയായിരുന്നു ഇത്. അതിൻ്റെ മുദ്രാവാക്യങ്ങളിലാവട്ടെ, അതിൻ്റെ പ്രകടനങ്ങളിലാവട്ടെ, പ്ലക്കാർഡുകളിലാവട്ടെ, അവരുപയോഗിക്കുന്ന ഭാഷയിലാവട്ടെ എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സമരം രൂപം ഇത് യഥാർത്ഥത്തിൽ RSSനെയും BJP മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ച് ഇങ്ങനെയും സമരം ചെയ്യാം. ജന്തർ മന്ദറിൽ നടന്ന സമരം ഒരു സമരങ്ങളിൽ തന്നെ ഒരു വഴിത്തിരിവാണ്. അപ്പോൾ ഇത് വെറുതെ യാദൃച്ഛിക സംഭവിക്കുന്നതല്ല എന്ന് RSS തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല തന്നെ ഈ യാദൃച്ഛികമായിട്ട് ജനങ്ങളിങ്ങനെ ഒത്തുകൂടി ഒരു മാസ് മൊബിലൈസേഷൻ ഉണ്ടായി അവർ അച്ചടക്കത്തോടെ സമരം ചെയ്യുന്നതല്ല. അതിന് കൃത്യമായ ഓർഗനൈസേഷൻ ഉണ്ട്, കൃത്യമായ ഗൈഡൻസ് ഉണ്ട്, കൃത്യമായ ഐഡിയോളജിക്കൽ ബാക്കപ്പും ഉണ്ട്. നമ്മളതിനെ ഐഡിയോളജിയുടെ ഭാരമില്ലാത്ത സമരം എന്ന് വിശേഷിപ്പിക്കുമ്പോഴും അവിടെ ഉയരുന്ന ചിത്രങ്ങളിലായിരുന്നു അംബേദ്കറുടേതാണ്. അംബേദ്കറുടെയും ഭഗത് സിംഗിൻ്റെയും ചിത്രം ഉയരണമെങ്കിൽ അത് കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലല്ലോ. നമുക്ക് ജന്തർ മന്ദറിൽ പോയി അംബേദ്കറുടെ ചിത്രം ഉയർത്താം. കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുക, ഇത് കൃത്യമായ ഐഡിയോളജിക്കൽ ബാക്കപ്പ് കൂടി ചെയ്യുന്ന, കൃത്യമായ ആസൂത്രണത്തോടെ ചെയ്യുന്ന ഒരു സമരമാണെന്ന് RSS തിരിച്ചറിയുന്നുണ്ട്. അപ്പോഴാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സാർ പറഞ്ഞല്ലോ, ഐഷി ഘോഷിനെ തേടി AKG ഭവനിൽ പോലീസ് വരുന്നതും യാദൃച്ഛികമല്ല. അതുപോലെ ജന്തർ മന്ദറിൽ 36 ദിവസം ഫുഡ് സപ്ലൈ ചെയ്ത ജുനൈദിനെ തേടി UPയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് ചെല്ലുന്നതും യാദൃച്ഛികമല്ല. ഇത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഊർജ്ജ സ്രോതസ് എവിടെയാണ്? ഈ സമരത്തിൻ്റെ ഊർജ്ജ സ്രോതസ് CJP അല്ല, പകരം ഈ പറയുന്ന ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ്. അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ ബോധ്യമുള്ള, അരാഷ്ട്രീയരല്ല രാഷ്ട്രീയ ബോധ്യമുള്ള സംഘടനകളാണ് ഇതിൻ്റെ ഓർഗനൈസേഷനും ഇതിൻ്റെ ഐഡിയോളജിക്കൽ ബാക്കപ്പെന്നും അവർക്കറിയാം. അപ്പോൾ അവരെ തേടിക്കൊണ്ടിരിക്കുകയാണ് RSS. ഇപ്പോൾ ഇന്ന് ഐഷി ഘോഷിനെ തേടി വന്നു, നാളെ ചിലപ്പോൾ ജോൺ ബ്രിട്ടാസിനെ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ വേറെ എല്ലാം അറസ്റ്റ് ചെയ്തേക്കാം. അവരിത് ഇവിടെ വെച്ച് നിർത്താൻ പോകുന്നില്ല. ഈ CJP ലീഡേഴ്സ് സർക്കാരുമായി നടത്തിയിട്ടുള്ള ചർച്ചയിൽ കൊടുത്തു കുറേ ഉറപ്പുകളുണ്ട്. കേസ് പിൻവലിക്കും. യഥാർത്ഥത്തിൽ ആ കേസ് പിൻവലിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? അത് സർക്കാർ പറഞ്ഞിട്ട് പിൻവലിക്കുന്നതല്ല. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പരാമർശമാണ് യഥാർത്ഥത്തിൽ CJP എന്ന് പറഞ്ഞ മൂവ്മെൻറ്റിൻ്റെ കാരണം. ആ സുപ്രീം കോടതി ആദ്യം ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളുടെയും വയലൻസിൻ്റെ വീഡിയോ കാണാമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് സമയമില്ല, ഞങ്ങളുടെ സമയം മെനക്കെടുത്തിരുന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. അതേ ചീഫ് ജസ്റ്റിസ് ഈ സമരം വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹർജികൾ പരിഗണിക്കുകയും കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാവിലെ സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയച്ചതിന് ശേഷം കേരളത്തിലുണ്ടായ ഒരു മാറ്റം, കേരളത്തിൽ ഉൾപ്പെടെ കേസുണ്ടായിരുന്നു. ഈ സമരത്തെ സപ്പോർട്ട് ചെയ്ത് സമരം ചെയ്തവർക്ക് കേസുണ്ടായിരുന്നു. ഇന്ന് അൺപ്രസിഡൻറ്റഡ് എന്ന് പറയാവുന്ന മറ്റൊരു സംഭവം, പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് ലഭിച്ചു ഈ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട്. മുഖ്യമന്ത്രി അത് ആഭ്യന്തരമന്ത്രി കൈമാറുന്നു. കഴിഞ്ഞ 10 വർഷം നമ്മൾ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. പ്രതിപക്ഷ ഏതെങ്കിലും കത്ത് കൊടുത്തിട്ട് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അത് പരിഗണിക്കുകയോ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അത് ജനാധിപത്യപരമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ തയ്യാറാവുന്നത്? കോടതി അവിടെ നിന്ന് ചെവിക്ക് പിടിച്ചുകൊണ്ടാണ്. കോടതി അവിടെ നിന്ന് ചോദിക്കുന്നു, മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു കേസ് പിൻവലിക്കാൻ. നല്ല കാര്യം, അത് പിൻവലിക്കണം. ഞാൻ പറയുന്നത് കോടതിയുടെ ഇൻ്റർവെൻഷനിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട്. ഒരു NIT വിദ്യാർത്ഥി, ആ NIT വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹം ആക്രമിക്കപ്പെടുകയും ചെയ്തു പോലീസിനാൽ. അപ്പോൾ ആ NIT വിദ്യാർത്ഥി കോടതിയെ സമീപിച്ചിട്ടുണ്ട്, സുപ്രീം കോടതിയിൽ അയാളുടെ ഹർജിയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ, രാജ്യത്ത് ഡിസൻറ്റ് രേഖപ്പെടുത്താൻ ഒരു SOP തയ്യാറാക്കണം, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം. അതായത് രാജ്യത്തെ പൗരന് ഡിസൻറ്റ് രേഖപ്പെടുത്തണം, അത് ഭരണഘടനാപരമായ അവകാശമാണ്. ഇപ്പോൾ ജന്തർ മന്ദറിൽ ഭരണഘടനാപരമായാണ് അവർ സമരം ചെയ്തത്, ഭരണഘടനാപരമായാണ് അവർ ഡിസൻറ്റ് രേഖപ്പെടുത്തിയത്. എന്നിട്ടും ആക്രമിക്കപ്പെട്ടല്ലോ. ഓക്കെ, UPയിലും ബീഹാറിലും അസമിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നു. ഇന്ന് പുറത്തു വന്നൊരു വീഡിയോയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവസാനം പോലീസിനെ ഭയന്ന് ഒരു സ്കൂളിൻ്റെ വാഷ്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ആ വാഷ്റൂമിൻ്റെ വാതിലുകൾ തകർത്ത് പോലീസ് വിദ്യാർത്ഥികളെ പുറത്തിറക്കി തല്ലിച്ചതക്കുകയാണ്. അപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രൊട്ടസ്റ്റ് ചെയ്താൽ തല്ലുകൊള്ളും, കേസ് വരും, വീട്ടിലേക്ക് പോലീസ് അന്വേഷിച്ച് വരും. ഇന്ന് ഐഷി ഘോഷിനെ അന്വേഷിച്ച് യൂണിഫോം ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ വരുന്ന പോലെ ഇത് നമുക്കിപ്പോൾ ഇതൊരു പുതിയ കാഴ്ചയാണ്. ഡൽഹിയിലെ സർവകലാശാലകൾ, ഡൽഹി യൂണിവേഴ്സിറ്റി ആവട്ടെ, JNU ആവട്ടെ, ഇത് നിത്യകാഴ്ചയാണ്. അതായത് മാവോയിസ്റ്റ് അനുഭാവമുള്ള വിദ്യാർത്ഥികളെ തേടി രാത്രികാലങ്ങളിൽ, അർബൻ നക്സലുകളെ തേടി രാത്രികാലങ്ങളിൽ ഈ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളിൽ പോലീസ് വരുന്നത് നിത്യകാഴ്ചയാണ്. എൻ്റെ മകൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അവനൊരു ഇറങ്ങി ഓടേണ്ട വന്നു, മഫ്തിയിൽ വന്നിട്ട് പോലീസ് വന്നിട്ട് തപ്പാണ്. വെറുതെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഏത് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നോ ഇവർ പുറത്തിറങ്ങുന്നോ ഒരു ഉറപ്പുമില്ല. ഇത് സ്ഥിരമായി ഡൽഹിയിൽ ഇറങ്ങുന്ന വേട്ടയാണ്. അത് കൂടാതെയാണ് ഇപ്പോൾ ഇത് രാജ്യവ്യാപകമായിട്ട് വേട്ട നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് CJP നേതാക്കളായ അഭിജിത്ത് ദീപ്കയും
അവരൊക്കെ വിചാരിക്കുന്ന പോലെ ഇത് ഭരണകൂടം എന്തോ ഭയന്ന് ഒളിക്കുകയല്ല ചെയ്തത്. അവർക്കൊരു പിഴവ് പറ്റി. അവർക്ക് പറ്റിയ പിഴവ് എന്താണ്? ഈ CJP എന്ന് പറയുന്ന ഓൺലൈൻ മൂവ്മെൻറ്റ് ഒരു സാധാരണ സോ കോൾഡ് ജന്തർ മന്തർ മൂവ്മെൻറ്റ്, ഒരു ജന്തർ മന്തർ സമരമായി ഒടുങ്ങും എന്ന് അമിത്ഷായും RSSും BJPയും കരുതി. അങ്ങനെ ഒടുങ്ങിയില്ല. എങ്കിൽ അതിന് പിന്നിൽ ആരാണ്? അവർ കണ്ടെത്തും, അവർ ഹണ്ട് ഡൗൺ ചെയ്യും. ഒരു സംശയം വേണ്ട. അവർ ചുണ്ണാമ്പ് തൊട്ട് വെച്ചു, ഇന്ന ആളുകളൊക്കെയാണെന്ന് ചുണ്ണാമ്പ് തൊട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ പുറകെ ഉറപ്പായിട്ടും ഈ ഭരണകൂടം വരും. കാരണം ഇത് വലിയൊരു സമരങ്ങൾ ഇനിയും വരാനിരിക്കുന്നു എന്ന് അവർ ആശങ്കപ്പെടുന്നുണ്ട്. എഥനോൾ പ്രൊട്ടസ്റ്റ് വന്നേക്കാം എന്ന് ഭയപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് ആളുകളെ വീണ്ടും ഭയപ്പെടുത്തി നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെല്ലാം. ഇനി സുപ്രീം കോടതി ഇനി ഇതിലെന്താ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതി കുറേ കാര്യങ്ങൾ പറഞ്ഞു. സംസ്ഥാനങ്ങൾ നോട്ടീസ് അയച്ചു, കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചു. കേന്ദ്രം പറഞ്ഞു നമുക്ക് അന്വേഷിക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എത്ര നാൾ സുപ്രീം കോടതി അതിൽ എന്താണ് പറയുക, ആ ഒരു മൊമെൻറ്റം നിലനിർത്തും? നാളെയും ഇതേ ആവേശത്തോടെ സുപ്രീം കോടതി ഭരണകൂടത്തോട് ചോദിക്കുമോ? മറ്റന്നാളും ചോദിക്കുമോ? നമുക്ക് സുപ്രീം കോടതിയുടെ കഴിഞ്ഞൊരു 10-12 വർഷത്തെ ബിഹേവിയറിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കേസ് പരിഗണിക്കുമ്പോൾ വലിയ വർത്തമാനം പറയും, ജഡ്ജ്മെൻറ്റിൽ വേറെ സാധനം വരികയും ചെയ്ത് എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് കണ്ട പ്രതികരണം നാളെ ഉണ്ടാവണമെന്നില്ല. നാളെ ഉണ്ടായില്ലെങ്കിൽ ഭരണകൂടം വീണ്ടും ഓവർ റിയാക്ട് ചെയ്യും, ഇവരെ വേട്ടയാടും, ഇവരുടെ വീടുകളിൽ ചെല്ലും പോലീസ്. ഒരു സംശയം വേണ്ട. അസമും ബീഹാറും UPയും ഡൽഹിയും ഒന്നും അതിൽ കുപ്രസിദ്ധരാണ് അത്തരം പോലീസ് വേട്ടയ്ക്ക്. അതുകൊണ്ട് ഭയപ്പെടുത്താനുള്ള ഭരണകൂടത്തിൻ്റെ ശ്രമം ഇനിയും ഉണ്ടാവും. പക്ഷെ ആ ഭയത്തെ ജനം, ഇപ്പോൾ വിദ്യാർത്ഥികളാണ് അത് മറികടന്നത്. ഇനി നടക്കേണ്ട സമരം ആരുടേതാണ്? ഇപ്പോൾ ജെൻസിയുടെ സമരമാണ് നടന്നത്. ഇനി നടക്കേണ്ട സമരം ശരിക്കും മില്ലേനിയൽസിൻ്റെയാണ്. കാരണം മില്ലേനിയൽസാണ് എത്തനോൾ കൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആളുകൾ. അവർ പുറത്തു വരുമോ? ഇപ്പോൾ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന രീതിയിൽ അവർ വലിയ രോഷാകുലരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഗഡ്കരിക്കെതിരെ രോഷാകുലരായിട്ട് സംസാരിക്കുന്നുണ്ട്. അതൊരു മൂവ്മെൻറ്റായി മാറുമോ? അതല്ല ഈ മില്ലനിയൽസ് ജെൻസികൾ അതിജീവിച്ച ഭയത്തിന് കീഴടങ്ങുമോ? ഇതാണ് ചോദ്യം. എന്തായാലും ഈ CJPയുടെ ഈ പോരാട്ടം തുടരട്ടെ. വിദ്യാർത്ഥികൾക്കെതിരെ കേസുകൾ ചുമത്തില്ല എന്നുള്ള ഉറപ്പ് സർക്കാർ പാലിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അവർ വീണ്ടും പോരാട്ടവുമായി ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ ക്രൂരമായ രീതിയിൽ തല്ലിച്ചതച്ചവർക്കെതിരെയുള്ള നടപടികൾ, നിയമ നടപടികളുമായിട്ട് കൂടിയിട്ട് CJP മുന്നോട്ട് പോകണം. അതിനും എന്തായാലും ഫലം കാണുമെന്ന് തന്നെ കരുതാം.